രാഷ്ട്രീയത്തിന് വേണ്ടി എന്തിനേയും അപകടപ്പെടുത്തുന്ന നോർത്ത് ഇന്ത്യൻ സംഘപരിവാര ശക്തികളുടെ ശൈലി ഇതാ ഈ കേരളത്തിലേക്ക് കൂടി കടന്നു വന്നിരിക്കുന്നു. അതും ഒരു സിനിമയുടെ പേരിലാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പബ്ലിക് റിലേഷൻസ് വഴി അത് ഗംഭീരമായി ആഘോഷിക്കപ്പെട്ടു. ഒരുപക്ഷെ കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഒരു വമ്പൻ ഹിറ്റിന് വേണ്ടി കേരളവും ലോകവും ഒരുപോലെ കാത്തിരുന്നു. ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തിൽ പിറവിയെടുത്ത ധാരാളം സിനിമകളിൽ രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമായി കടന്നു വന്നിട്ടുണ്ട്. ആ പ്രമേയത്തിൽ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്ന, കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വത്തെ ഒന്നടങ്കം വിമർശിക്കുന്ന എത്രയോ കാര്യങ്ങൾ കേട്ടവരും കണ്ടവരുമാണ് നമ്മൾ. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും വിശേഷിയ CPM-നെയും അരിഞ്ഞ് താഴെയിടുന്ന നിരവധി സിനിമകളും ഇതേ കേരളത്തിന്റെ അഭ്രപാളികളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. പക്ഷേ സംഘപരിവാര ശക്തികൾക്ക് അത്രമേൽ അടികിട്ടിയ സിനിമ വളരെ അപൂർവമായിരുന്നു. ഇന്നിതാ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സംഘപരിവാര ശക്തികളെ ആസ്വകലം എതിർക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു സിനിമ കേരളത്തിന്റെ കലാപഭൂമിയിലേക്ക് കത്തിപ്പടരുന്ന അഭൂതപൂർവമായിട്ടുള്ള ദുരന്ത കാഴ്ചക്കാണ് ഈ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. നോക്കൂ, കഥ എഴുതിയത് സംഘപരിവാർ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന മുരളി ഗോപി, സംവിധാനം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ. ചെറുപ്പത്തിൽ കബഡി കളിക്കാനായി ശാഖയിൽ പോയിരുന്നെന്നും വിവരം വന്നപ്പോൾ അതെന്തിനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കുകയും ചെയ്തെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞ അതേ പൃഥ്വിരാജ് നായകനായി എത്തിയത് ബാബ്രി ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രിയുടെ അടക്കം ക്ഷണം കിട്ടിയ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ. മൂന്നുപേരും വന്നു പറഞ്ഞത് ചതിയിലൂടെ മുസ്ലിം വിരുദ്ധ കലാപം നടത്തി അധികാരം പിടിച്ച കാവ്യ രാഷ്ട്രീയത്തെ പറ്റി തന്നെയാണ്. ആ ധൈര്യത്തിന് ഒരു സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. ഇത്രയും ഇവിടെ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. സംഘപരിവാറിന്റെ വംശവെറി രാഷ്ട്രീയം രാജ്യത്ത് വളർത്താൻ നൂറുകണക്കിന് പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറക്കുകയും അതിനുവേണ്ടി ഫണ്ടിങ് ചെയ്യുകയും അതിൽ ചിലതൊക്കെ കണ്ട് വീണ്ടും ജനങ്ങൾ കലാപത്തിനിറങ്ങിയതും ഇന്ത്യ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ടാക്സ് ഇളവുകൾ അടക്കം നൽകി സംഘീഭരണം പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ രോമാഞ്ചക്കാർ ഇപ്പോൾ നിർത്താതെ കരയുന്നത് കാണാൻ സത്യത്തിൽ നല്ല രസമുണ്ട്. ഈ കേരളത്തിൽ കൊഴിഞ്ഞുപോയ രോമത്തിൽ പോലും രാഷ്ട്രീയവും മതവും നിറവും കാണുന്ന ഈ വർഗം കരഞ്ഞു തന്നെ വിഷമം തീർക്കട്ടെ. സംഘപരിവാർ മീഡിയ മൊത്തം സിനിമയ്ക്കെതിരാണ്. നടി ദീപികയുടെ ഓറഞ്ച് കളർ ഇന്നർ വെയറിന്റെ പേരിൽ സിനിമ ബഹിഷ്കരിച്ച് ബമ്പർ ഹിറ്റാക്കി കൊടുത്ത പോലെ ഇതും ബഹിഷ്കരിച്ച് ബമ്പർ ഹിറ്റാക്കി കൊടുക്കുക. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മൂട്ടിൽ കൊണ്ടുപോയി തീയിടുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന് ഉറച്ചു തന്നെ പറയാം. വർത്തമാനകാല ഇന്ത്യയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇത്ര പച്ചക്കെഴുതിയത് മുരളി ഗോപിയാണ് എന്നത് സത്യത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് അവിശ്വസനീയം തന്നെയാണ്. അപാരമായ ചങ്കുറപ്പും ധൈര്യവും. സിനിമയ്ക്കെതിരെ സംഘികളുടെ കൂട്ടക്കരച്ചിലുകൾ ഇനി നിലയ്ക്കാതെ കേൾക്കാം. മുരളി ഗോപിക്കുള്ളതാണ് ആദ്യ കുതിരപ്പവൻ എന്നാണ് കേൾക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖലയിൽ രാഷ്ട്രീയത്തിനതീതമായി നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരെ ആക്രമിക്കാനുള്ള ഒരു ശൈലി അത് കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിന് ഒട്ടും ചേർന്നതല്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ, ഒരു ബ്യൂറോക്രാറ്റ്, അതല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരം ഭീകരമായിട്ടുള്ള ഒരവസ്ഥ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് മറ്റു ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് അത്രമേൽ പിടിച്ചിട്ടില്ലാത്ത ചില നേതാക്കന്മാരുടെ പിന്തുണ കൂടി ഇപ്പോഴത്തെ ഈ വിഷയത്തിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം രാജീവ് ചന്ദ്രശേഖർ മോഹൻലാലിനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് സിനിമ കാണും, സിനിമയ്ക്ക് പിന്തുണ നൽകും എന്നറിയിച്ചത്. ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് പോയിട്ടില്ല എന്നത് സത്യമാണ്. അപ്പോഴും കേരളം വെന്തുരുകാൻ വേണ്ടി പോകുന്ന വംശവെറിയുടെ നാളുകളെ കുറിച്ച്
ആശങ്കയോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.